പ്രതിരോധ മേഖലയിൽ ഓരോ ദിവസവും കുതിക്കുകയാണ് ഇന്ത്യ. ബലാക്കോട്ട് ഇന്ത്യ വലിയ തിരിച്ചടി നൽകിയ ശേഷം ഇന്ത്യയുടെ സൈനിക ശക്തിയെക്കുറിച്ച് ലോകരാജ്യങ്ങൾ പോലും ഉറ്റുനോക്കുകയാണ്. ഓരോ ദിവസവും പ്രതിരോധ രംഗത്ത് ഇന്ത്യ ശക്തി പ്രാപിക്കുന്നു എന്ന സൂചനകളുടെ ഒടുവിലത്തെ ഉദാഹരണമായി സംഹാര ശക്തിയാകാൻ ഇന്ത്യ ഒരുങ്ങുന്നു. ബ്രഹ്മോസിന്റെ കരുത്ത് കൂടി എന്നുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ബ്രഹ്മോസിന് ആക്രമണശേഷി കൂടുമ്പോൾ അത് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധ ശക്തിയിൽ ഒരു പൊന്തൂവൽ കൂടിയായി മാറുകയാണ്. ഏതൊക്കെ രീതിയിലായിരിക്കും ഇത് ഇന്ത്യക്ക് പ്രതിരോധ മേഖലയിൽ ഗുണം ചെയ്യുക? മിസൈൽ ശക്തിയിൽ ഒരു രാജ്യത്തിനും തോൽപ്പിക്കാനാകാത്ത വിധം ഇന്ത്യ വളർന്നു കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. ആവനാഴിയിൽ ഏറ്റവും ശക്തിയേറിയത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ കപ്പൽ വേധ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് തന്നെയാണ്. നിലവിൽ 400 കിലോമീറ്റർ സംഹാരശേഷിയുള്ള ബ്രഹ്മോസിന്റെ പരിധി 500 കിലോമീറ്ററാക്കി വീണ്ടും ഉയർത്താനുള്ള തീരുമാനത്തിൽ ഇന്ത്യ വരുമ്പോൾ അത് പുതിയ ചുവടുവയ്പാകും. ഇതിന്റെ പരീക്ഷണം ഉടൻ നടക്കുമ്പോൾ ഇന്ത്യ കരുത്ത് പ്രാപിക്കും. ഇതുകൂടാതെ ബ്രഹ്മോസിന്റെ വേഗവും കൂട്ടുകയാണ്. ആ വേഗപരിധി കൂടി കൂടുമ്പോൾ കടൽ വായു പരീക്ഷണങ്ങൾ നേരത്തെ തന്നെ ബ്രഹ്മോസ് വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. അതിന് പിന്നാലെ പുതിയ വേഗപരിധി കൂടിയാകുമ്പോൾ കൂടുതൽ ആക്കം കൂടും. മിസൈൽ ടെക്നോളജി കൺട്രോൾ അംഗമല്ലാത്ത രാജ്യങ്ങൾക്ക് 300 കിലോമീറ്റർ കൂടുതൽ പരിധിയുള്ള മിസൈലുകൾ കൈമാറുന്നതിന് വിലക്ക് നിലനിന്നിരുന്നു. ഇന്ത്യയെ MTCRൽ ഉൾപ്പെടുത്തുന്നതിന് ചൈനയുടെ എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് 2 വർഷം മുൻപ് ഇന്ത്യ MTCRൽ അംഗത്വം നേടിയതും പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതും. ഇതോടെ 500 കിലോ വരെ ഭാരമുള്ളതും 300 കിലോമീറ്റർ ദൂരപരിധിയുമുള്ളതുമായ മിസൈലുകളും ഡ്രോണുകളും കൈമാറുന്നതിന് ഇന്ത്യക്കുള്ള വിലക്കും നീങ്ങിയിരിക്കുകയാണ്. റഷ്യയിൽ ചേർന്ന് നിർമ്മിക്കുന്ന ബ്രഹ്മോസിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. മാത്രമല്ല ബ്രഹ്മോസ് റെജിമെന്റ് രൂപീകരിക്കുന്നതിനായുള്ള പദ്ധതി അതിനുള്ള തുകയായി 4300 കോടി രൂപയും വകയിരുത്തിയിരുന്നു. നിലവിൽ 3600 കിലോമീറ്റർ വേഗമാണ് സൂപ്പർസോണിക് ബ്രഹ്മോസിനുള്ളത്, ആ മിസൈലിനുള്ളത്. മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ 800 കിലോമീറ്റർ ദൂരപരിധിയിലെത്താൻ കഴിയും വിധം ബ്രഹ്മോസിനെ വിപുലപ്പെടുത്താനുമാണ് ഇന്ത്യയുടെ നീക്കം. ബ്രഹ്മോസിനേക്കാൾ റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യക്കുണ്ട്. എങ്കിലും പ്രതീക്ഷ ബ്രഹ്മോസിലാണ്. എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് ബ്രഹ്മോസിനുള്ള കൃത്യതയും സൂക്ഷ്മതയും ദീർഘദൂര ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത്. ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകൾക്ക് സൂക്ഷ്മമായ ലക്ഷ്യത്തെ പോലും കൃത്യമായി തകർക്കാൻ സാധിക്കും. അതീവ സുരക്ഷ ഏർപ്പെടുത്തിയ മേഖലയിലും ബ്രഹ്മോസിന് ലക്ഷ്യം പിഴക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പുതിയ ചുവടുവയ്പ് ഇന്ത്യക്ക് കരുത്താകും. ഇന്ത്യ ചൈന അതിർത്തിയിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ വിന്യസിക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു. 300 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ കഴിവുള്ള 100 ബ്രഹ്മോസ് മിസൈലുകൾ കിഴക്കൻ മേഖലയിൽ വിന്യസിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയിരുന്നത്. ഏതായാലും ഇതെല്ലാം ഇക്കാര്യം ആരോപിച്ച് ചൈന മുൻപ് ഇന്ത്യക്കെതിരെ ശക്തമായ മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്നാൽ ബ്രഹ്മോസിന്റെ ദൂരപരിധി കൂട്ടാനുള്ള നീക്കത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം നേരത്തെയും പറഞ്ഞിരുന്നു. ഇപ്പോഴും ആ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ്. 20 യുദ്ധവിമാനങ്ങൾ വീതമടങ്ങുന്ന 2 സുഖോയ് 30 സേനാ വിഭാഗങ്ങൾക്ക് വൈകാതെ ബ്രഹ്മോസ് വാഹക ശേഷി കൈവരും. അതേസമയം ഹൈപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിന്റെ പണിപ്പുരയിലാണ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷകർ. അതായത് ഇന്ത്യ വീണ്ടും പുതിയ കാൽവയ്പിലേക്ക് തന്നെ നീങ്ങുകയാണ്. പുതിയ ശക്തി പരീക്ഷണങ്ങളുടെ പണിപ്പുരയിലാണ്. വലിയ പരീക്ഷണങ്ങൾ വിജയം കാണുന്നതിന് പിന്നാലെ പുതിയ ചുവടുവയ്പ്പുകൾ വരും വർഷങ്ങളിൽ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ലോകത്തിനു മുന്നിൽ നിൽക്കുന്നത് പോലെ വലിയ പ്രതിരോധ ശക്തിയായി അധികം വൈകാതെ ശക്തി പ്രാപിക്കും ഇന്ത്യ എന്നതിൻ്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിൽ ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട വാർത്തയിലൂടെ പുറത്തുവരുന്നത്.